മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. തലശ്ശേരി അതിരൂപതയുടെ ധ്യാന കേന്ദ്രമായ മദർ ഹോമിൽ നിന്ന് ഈ നല്ല ദിവസം നിങ്ങൾക്ക് ദൈവകൃപകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട രസകരമായ ഒരു തമാശ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ വചനം ആരംഭിക്കുന്നത്. കുറേ നാളുകൾക്ക് മുമ്പ് വരെ സ്കൂളിൽ കുട്ടികൾ പോകുമ്പോൾ കുട്ടികൾ പോകുന്ന വഴിക്കുള്ള കുരിശുപള്ളിയിലൊക്കെ തിരി കത്തിച്ച് പിടിച്ചും നേർച്ചപ്പെട്ടിയിൽ നേർച്ച കിട്ടും പോവും. പ്രത്യേകിച്ച് UP സ്കൂളിലെ കുട്ടികൾ, എൻ്റെ ദൈവമേ ഇന്ന് സാറിന് തല്ലുകൊള്ളരുതെന്നും, പ്രത്യേകിച്ച് കണക്ക് സാറ്, ഹിന്ദി ടീച്ചർ, ഇംഗ്ലീഷ് സാറ്, ഇതൊക്കെ ഭീകര കഥാപാത്രമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ദൈവമേ സാറിൻ്റെ തല്ലുകൊള്ളരുത് എന്നാണ് പ്രാർത്ഥിച്ചു പോയത്. ഇന്ന് രാവിലെ സ്കൂളിൽ പോകുമ്പം അധ്യാപകർ കുരിശുപള്ളി തിരി കത്തിച്ച് വെച്ചും നേർച്ചപ്പെട്ടി നേർച്ചയിട്ടും വഴി നീളി പ്രാർത്ഥിച്ചു പോകും, എൻ്റെ ദൈവമേ ഇന്ന് പിള്ളേരുടെയും തല്ലുകൊള്ളരുതെന്ന്, പിള്ളേർ കേസ് കൊടുക്കരുത്, പിള്ളേരെ പോലീസിനെ വിളിച്ച് പറയരുതേ എന്നും. അതായത് കുറച്ച് നാളുകൾ കൊണ്ടുണ്ടായ ആ വ്യതിയാനം അത്ഭുതാവഹമായ വ്യതിയാനമാണ്. പലപ്പോഴും ഒരു കാലഘട്ടങ്ങളിൽ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പരിശീലനത്തിന് വേണ്ടി കഠിനമായി അധ്വാനിച്ച് വളരെ ആത്മാർത്ഥം അധ്വാനിച്ച അധ്യാപകർ ഇന്ന് പേടിച്ച് വിറച്ച് ഭയപ്പെട്ട സ്കൂളിൽ പോകുന്നത്. കാരണം ഏത് കൊച്ചാണ് സാറ് എന്നെ മനഃപൂർവ്വം പീഡിപ്പിച്ചെന്ന് പറയാതെ? അങ്ങനെ പറഞ്ഞാൽ എന്തെല്ലാം ഭവിഷ്യത്താണ് ഉണ്ടാകുക? ഇത് ഇന്ന് കേരളത്തിൽ ഒരു അധ്യാപകൻ്റെ നമ്പരമല്ല, ഒരു സ്കൂൾ മാനേജറുടെ നമ്പരമല്ല, ഇത് വളരെ വ്യാപകമായൊരു നമ്പരമായി മാറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം കോളേജിൽ ഒരു സമരം നടന്നു. ഒരു പെൺകുട്ടിയെ പ്രിൻസിപ്പൽ പീഡിപ്പിച്ചു, അനാവശ്യമായി മാനസിക പീഡനം ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ സമരം. കാരണം എന്താ? പ്രിൻസിപ്പൾ ഒരു ദിവസം പുറത്തു പോയി വരുമ്പോൾ കാണുന്നത് ക്ലാസ് കട്ട് ചെയ്ത് ഇവള് ഒരു ചെറുക്കനുമായി വർത്തമാനം പറഞ്ഞ് സ്കൂൾ പാർട്ടിലിരിക്കുന്നു. ഇവൾ ക്ലാസ് കട്ട് ചെയ്ത് പ്രേമിക്കാൻ പോയേക്കാം. ഒരമ്മ എന്ന നിലയിലും ഒരു സ്ത്രീ എന്ന നിലയിലും മാത്രമല്ല, ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഇവള് വന്നു കയറിയപ്പം ഇവളോട് പറഞ്ഞു, മോളെ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞാലും വഴക്ക് പറയും, നീ എവിടെയാടി പോയത് ചോദിക്കും. നമ്മളാരും ചോദിക്കല്ലേ? നാളെ രക്ഷകർത്താനെ വിളിച്ചിട്ട് ക്ലാസ് വന്നാൽ പറയും,
പക്ഷേ ഇവളി എന്ന് പറഞ്ഞ് കൂട്ടുകാരോട് പറഞ്ഞു, പാർട്ടിക്കാരോട് പറഞ്ഞു, അവർ ബഹളം വെച്ച് അങ്ങനെ ഒരു സമരം നടത്തി. ആ ഹൃദയവേദയോടെ ആ പ്രിൻസിപ്പൾ പറഞ്ഞു, ഇനി ഞാൻ ഒന്നിനുമില്ല. അതായത് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് അധ്യാപകർ വേട്ടയാടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യത്തെ കാണണം. എല്ലാ അധ്യാപകരും ചെയ്യുന്ന 100% ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മഹാഭൂരിപക്ഷം അധ്യാപകർ എത്രയോ നല്ലവരാണ്. അവർ ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയല്ലേ ഓർക്കുന്നത്. അതിനുവേണ്ടിയല്ല അവർ വഴക്ക് പറയുന്നത്. എൻ്റെ വചനം കേൾക്കുന്ന ഭൂരിപക്ഷം പേർ ചിന്തിച്ചു നോക്ക്. ഇമ്പോസിഷൻ എഴുതാത്തവർ ആരുണ്ട് ഈ കൂട്ടത്തിൽ? സാറ് ചെവിക്ക് പിടിക്കാത്തവർ ആരുണ്ട് ഈ കൂട്ടത്തിൽ? സാറ് അടി തരാത്തവർ ആരുണ്ട് ഈ കൂട്ടത്തിൽ? പക്ഷെ എന്താണ് അതുകൊണ്ട് നമുക്ക് അവിടെ ദേഷ്യം വല്ലതും ഉണ്ടോ? അന്ന് ചിലപ്പോൾ സാറിനോട് തമാശ പ്രാഗിക്കൊള്ളുകയാണ്. പക്ഷേ വളർന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള അധ്യാപകരല്ലേ നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടെ ഓർക്കുന്നത്. കാരണം നമ്മുടെ വിജയത്തിനും നമ്മുടെ വളർച്ചയ്ക്കും അവർ കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കണക്കെന്നും സയൻസെന്നും പറഞ്ഞ് ഹിന്ദി എന്ന് പറഞ്ഞ വിഷയമൊക്കെ സാധാരണ മലയാളി തല കയറാൻ വിഷമുള്ളപ്പോൾ അടി തന്നൊക്കെയല്ലേ പലരും പഠിപ്പിച്ചിട്ടുള്ളത്. അതിലൂടെയല്ലേ നമ്മൾ പലരും നേടിയെടുത്തിട്ടുള്ളത്. അതായത് പ്രിയപ്പെട്ടവരെ, ഞാൻ പങ്കുവയ്ക്കുന്ന ചിന്തയത, ശിക്ഷണങ്ങളില്ലാതെ പോയാൽ ഒരു സമൂഹം മോശമാകുക. ഞാൻ ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വായിക്കും. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെങ്കിലും ഈ ഭാഗം ഒന്നും കൂടെ വായിക്കണം. ശിക്ഷണത്തിലൂടെ അല്ലാതെ എങ്ങനെ ഒരു കുഞ്ഞിനെ നന്നാക്കാൻ പറ്റും? ശിക്ഷണത്തിന് പലപ്പോഴും സ്നേഹത്തിൻ്റെ വാക്കുകൾ കാണും, പ്രോത്സാഹനങ്ങൾ കാണുമായിരിക്കും. അതേ സമയത്ത് ശാസനകളും ശിക്ഷണങ്ങളും വേണ്ടി വരികയില്ലേ? ഇല്ലെങ്കിൽ ആകുമോ? അടിസ്ഥാനപരമായി മനുഷ്യ മനസ്സിൽ നന്മയുണ്ടെങ്കിലും തിന്മയിലേക്കൊരു ചാച്ചിലുണ്ട്, തിന്മ ചെയ്യാനുള്ള പ്രവണതയുണ്ട്. നമുക്കറിയാം, പരീക്ഷ എന്നൊരു യാഥാർത്ഥ്യത്തിന് മുമ്പിലല്ലേ ഒരു 70% കുട്ടികളും പഠിക്കുന്നത്. ചില ജന്മന ജ്ഞാന കുതികളായ വിജ്ഞാനദാഹമുള്ള ചില കുട്ടികൾ പരീക്ഷയില്ലേലും പഠിക്കും. പക്ഷേ ഭൂരിപക്ഷം പേരും പരീക്ഷയാണല്ലോ, പഠിച്ചേക്കാം, പരീക്ഷയാണല്ലോ, ഒന്നുകൂടെ നോക്കിയേക്കാം. അപ്പോൾ പരീക്ഷ എന്ന് പറയുന്ന കടമ്പ മുമ്പിൽ വെച്ചില്ലെങ്കിൽ ആരും ചാടാൻ നിൽക്കില്ല. ഇതുപോലെ ചിലപ്പോൾ ചില ശാസനകളും ചില ഭീഷണികളും ഇല്ലാതെ നമ്മൾ വളരെയല്ല. കർത്താവിന് പഠിപ്പിച്ചു, മുന്തിരിച്ചെടി വെട്ടിയൊരുക്കുന്നു. എന്തിനാ? കൂടുതൽ ഫലങ്ങൾ കഴിക്കാൻ വേണ്ടി. ഞാൻ പ്രഭാഷകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കുന്നു. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവൻ അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുമ്പിൽ വെച്ച് അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുമ്പിൽ വെച്ച് അവൻ അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. തന്നെപ്പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു, മരിക്കുമ്പോഴും അവന് ദുഃഖമില്ല. ശത്രുക്കളുടെ പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. മകനെ വഷളാക്കുന്നവൻ മുറിവ് വെച്ച് കെട്ടേണ്ടി വരും. അവൻ്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. അവനോടുകൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. അവനോടുകൂടെ ഉല്ലസിക്കരുത്, ഒടുക്കം നീ ദുഃഖിച്ച് പല്ലുചരിക്കും. അവന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവൻ്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത്. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ലജ്ജിപ്പിക്കും. മകൻ്റെ ലജ്ജാകരമായ പ്രവർത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, വളരെയധികം പ്രാധാന്യമുള്ള വചനങ്ങളായത്. ശിക്ഷണം, ശാസന, ഇത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ കാര്യത്തും അയച്ചു വിട്ടാൽ അവനെ ഓർത്ത് നീ ദുഃഖിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞു വെച്ചത്. ശിക്ഷണം കിട്ടാത്ത മകൻ മെരുക്കാത്ത കുതിര പോലെയാ. കുതിരയെ മെരുക്കിയാലേ കുതിര മുന്നോട്ട് പോകുള്ളൂ. മത്സരത്തിലൊക്കെ ഓടുന്ന കുതിരയുടെ കണ്ണിൻ്റെ ഇരുവശങ്ങളിലും വെച്ച് കെട്ടും. കുതിരയ്ക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് ഓടാൻ വേണ്ട. എന്തിനാ വെച്ച് കെട്ടുന്നത്? കുതിര അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒച്ചയും ബഹളം അങ്ങോട്ട് ശ്രദ്ധ മാറിപ്പോയാൽ നല്ല വേഗത്തിൽ ലക്ഷ്യസ്ഥലത്ത് എത്താൻ പറ്റുകയില്ല. അതായത് നിയന്ത്രിക്കപ്പെടാത്ത കുതിര വിജയിക്കില്ല. എങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ ഒരു തലമുറയെ ശിക്ഷണത്തിൽ വളർത്തണം. ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും തല്ല് എന്നെനിക്ക് അർത്ഥമില്ല. ചില കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്.
ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയൊക്കെ വേണം. പക്ഷെ അത് മാത്രം പോരാ. ഈ മണ്ണിൽ തൂണ് കുഴിച്ചിടുമ്പോൾ ഒരു വശത്ത് മാത്രം കല്ലിട്ടിടിച്ചാൽ തൂണ് ചെരിച്ചിരിക്കും. രണ്ട് വശത്തും മണ്ണും കല്ലിട്ട് ഇടിച്ചുറപ്പിച്ചാലേ ആ തൂണ് നേരെ നിൽക്കുകയുള്ളൂ. ഇതുപോലെ സ്നേഹവും പ്രോത്സാഹനം കൊടുക്കേണ്ടിടത്തൊക്കെ സ്നേഹവും പ്രോത്സാഹനം കൊടുക്കണം. അതേ സമയത്ത് ശിക്ഷണകളും ശാസനകളും തിരുത്തലുകളും ആവശ്യമുണ്ട്. കാരണം ഒരു പരിശീലനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, സിംഹത്തിനും താടി വളരും, മനുഷ്യനും താടി വളരും, പട്ടിക്കും താടി വളരും. പക്ഷേ സിംഹമോ പട്ടിയോ ഒന്നും ബാർബർ ഷാപ്പ് തുടങ്ങിയിട്ടില്ല ഇതുവരെ. മുടി മുറിക്കാനും തലമുടി മുറിക്കാനും ഷേവ് ചെയ്യാനൊക്കെ പട്ടിക്കറിയത്തില്ല, മനുഷ്യനെ അറിയത്തുള്ളൂ. അങ്ങനെ ചിലതൊക്കെ നിയന്ത്രിക്കാനും ചിലതൊക്കെ വിധേയപ്പെടുത്താനും പഠിക്കുമ്പോഴാണ് അവൻ സംസ്കാരത്തിലേക്ക് കയറി വരുന്നത്. അതായത് സംസ്കാരം എന്ന് പറയുന്നത് ചിലതൊക്കെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതിൻ്റെയാണത്. ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഓർക്കണം, നമ്മളൊക്കെ നമ്മുടെ പിന്നാലെ ഒരു തലമുറയ്ക്ക് ഒരു പരിശീലനം കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ജൂൺ മാസമൊക്കെ പുതിയ സ്കൂൾ വർഷം ആരംഭിക്കുന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്നു. ഈ കാലഘട്ടങ്ങളിൽ അടിസ്ഥാനപരമായി മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട പാഠം പറയാനാണ് ഞാനിത് പറഞ്ഞു വെച്ചത്. അധ്യാപകരെ ബഹുമാനിക്കണമെന്നും അധ്യാപകരെ അനുസരിക്കണമെന്നും. ഇന്ന് വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ പിള്ളേരൊക്കെ ഉണ്ട്. അവർക്ക് ദാരിദ്ര്യം കഷ്ടപ്പാടെന്ന് പറയുന്നത് ഒരു മലയാളി കുടുംബത്തിലില്ല. വല്ല ആദിവാസി കോളനികളിലൊക്കെ വല്ലതും കാണുമായിരിക്കും, അല്ല രോഗം കൊണ്ട് തളർന്നു കിടക്കുന്ന ആൾ സമത്. അതായത് ഒരു 5% മാക്സിമം 10% കുടുംബങ്ങളിൽ നിന്ന് പട്ടിണി കാണുകയുള്ളൂ. ബാക്കി ഭൂരിപക്ഷം കുടുംബങ്ങളിൽ പിള്ളേരൊക്കെ സുഭിക്ഷതയിലാണ് ജീവിക്കുന്നത്. എല്ലാ സുഭിക്ഷതയിലും ധാരാളത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ വല്ലാത്ത നെഗറ്റീവായ സ്വഭാവം, അവർ എപ്പോഴും സ്വയം സ്വാർത്ഥമതികളായി മാറും, തൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി നുണ പറയും. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അമിതമായി ശാഠ്യം പിടിക്കുന്നവരുടെ അടിസ്ഥാനപരമായ സ്വഭാവം അവർ കള്ളത്തരം കാണിക്കാൻ തുടങ്ങും. കള്ളത്തരത്തിൻ്റെ ഭാഗമാണ് നുണ. അതുകൊണ്ട് സംഭവിക്കും, ജീവിതത്തിൽ അവർ പറയുന്ന നുണകൾക്ക് പുറകെ മാതാപിതാക്കൾ ഇറങ്ങി പുറപ്പെട്ടാൽ എന്നും ഈ കുഞ്ഞ് നുണയനായി മാറി നിൽക്കും. ഓർത്തു വെക്കുക, നിങ്ങളുടെ കൊച്ചിനെ സാറ് വഴക്ക് പറഞ്ഞു. എന്തിനാണ് സാറ് വഴക്ക് പറയുന്നത്? തീർച്ചയായും പഠിക്കാത്തതിനായിരിക്കാം. എന്തിനാണ് ഈ കൊച്ചു പഠിക്കുന്നത്? പഠിച്ചാലല്ലേ അവൻ മുന്നോട്ട് പോവുള്ളൂ, അങ്ങനെയല്ലേ വളർന്നു വരികയുള്ളൂ. വഴക്കൊന്നും പറഞ്ഞില്ലെങ്കിൽ അവൻ പഠിക്കാതെ തോറ്റുപോയാൽ സാറിന് നഷ്ടമുണ്ടോ? ചിലപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ സ്കൂളുകൾ റിസൾട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അമിതമായ ശാസനങ്ങൾ കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. അത് തെറ്റാണ്. അതിനേക്കാൾ ഉപരിയായി ഞാൻ ചിന്തിക്കുകയാണ്, ഈ കുഞ്ഞിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന അധ്യാപകർ അവന് പഠിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ പഠിച്ചില്ലെങ്കിൽ പരാജയപ്പെട്ടു ജീവിതത്തിൽ. അപ്പോൾ ആ സാറ് വഴക്ക് പറഞ്ഞു വരും, ചിലപ്പോൾ ഇമ്പോസിഷൻ തന്നു വരും, ചിലപ്പോൾ തല്ലിന്ന് വരും. ഇന്ന് സാറുമാർ തല്ലാറില്ല, തല്ലാൻ ധൈര്യമില്ല. തല്ലിയാൽ അവർ എന്ന് പരാതി പറഞ്ഞാൽ കേസായി. മറിച്ച് നമ്മൾ ഓർക്കണം, നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലം ചിന്തിക്കണം. ഒരു തലമുറയുടെ ഏറ്റവും വലിയ വളർച്ച നല്ല വിദ്യാഭ്യാസത്തിലാണ്. അതുകൊണ്ടാണ് ഒരു സമൂഹത്തെ മാറ്റിമറിക്കണമെന്ന് ചിന്തിക്കുന്നവരൊക്കെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. വിദ്യാഭ്യാസം കറക്റ്റ് അല്ലെങ്കിൽ ഒരു സമൂഹം മുഴുവൻ പാളിപ്പോകും. പക്ഷെ വിദ്യാഭ്യാസം നടക്കുന്ന അധ്യാപകർ കറക്റ്റായത് പഠിപ്പിച്ചില്ലെങ്കിൽ ഒരു തലമുറ മോശമായി പോകും, വരും തലമുറയൊക്കെ റിപ്പീറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ അധ്യാപകരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് അധ്യാപകരെ സാർ എന്ന് വിളിക്കുന്നതും. ഈ അധ്യാപനേക്കാൾ ഇരട്ടി ശമ്പളമുള്ള ഒരാളെ കച്ചവടക്കാരനെ സാറേന്ന് വിളിക്കുകയില്ല, അധ്യാപനെ വിളിക്കുള്ളൂ. കാരണം അധ്യാപകനാണ് ഔന്നത്യമുള്ളവൻ. ആ അധ്യാപകൻ്റെ ശാസനയും ശിക്ഷണത്തിലൂടെയാണ് ഒരു കുഞ്ഞ് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഓർക്കണം, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അക്ഷരങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, A+B ഹോൾ സ്ക്വയർഡും സയൻസിൻ്റെ കുറേ ഇക്വേഷൻസും പഠിപ്പിക്കുക മാത്രമല്ല, ഒരു പരിശീലനത്തിൻ്റെ ഭാഗം കൂടെ വിദ്യാഭ്യാസം. ഈ പരിശീലനത്തിൽ അനുസരണം, ബഹുമാനം, വിനയം ഇതെല്ലാം പഠിച്ചു വെക്കേണ്ടതുണ്ട്. കഠിനാധ്വാനം പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇത് പഠിച്ചു വെക്കണമെങ്കിൽ ചില കാര്യങ്ങളിൽ തിരുത്തലുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ എടുത്തു പറഞ്ഞത്, പ്രഭാഷകൻ 30-1 വീണ്ടും ഓർക്കണം, പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂല നന്മ ഉണ്ടാവും. ശിക്ഷണം കൊടുത്തില്ലെങ്കിലോ നാശമായിത്തീരുന്ന. ശിക്ഷണം കൊടുക്കണം. ചില കാര്യങ്ങൾ വേണ്ട എന്ന് തന്നെ പഠിപ്പിക്കണം. ചില കാര്യങ്ങൾ നിയന്ത്രിക്കണം. ഇത് വിദ്യാഭ്യാസത്തിൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പങ്കുവയ്ക്കുന്ന ചിന്ത
നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം, മാതാ പിതാ ഗുരു ദൈവം. ഗുരുക്കന്മാർ ദൈവങ്ങളാണ്. ഗുരുക്കന്മാർ ദൈവങ്ങളെപ്പോഴും പെരുമാറുകയും വേണം. അത് ഞാൻ പറഞ്ഞു വെക്കും. അതേ സമയത്ത് അധ്യാപകരുടെ അനുഗ്രഹം വേണം. അപ്പൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുമെന്ന് വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് അധ്യാപകർ. അവരുടെ അനുഗ്രഹം വേണം. ഈ അനുഗ്രഹം ഇല്ലെങ്കിൽ ജീവിത വഴിയിൽ വിളക്ക് കെട്ടുപോകും. അവരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലായ്പ്പോഴും നിധി പോലെ സൂക്ഷിക്കണം. അത് നമ്മൾ സ്കൂളുകളിൽ പോകുന്നത് പഠിക്കാനാണ്, പരിശീലിക്കപ്പെടാനാണ്. സ്കൂൾ വിദ്യാഭ്യാസ ലക്ഷ്യം കുറേ അറിവ് കൊടുക്കല്ല, അത് വ്യക്തിത്വ വികസനത്തിൻ്റെ ഭാഗം. അതുകൊണ്ടാണ് സ്കൂളിൽ കലാമത്സരങ്ങൾ, കായിക മത്സരങ്ങൾ, ചിലപ്പോൾ ചില പിക്നിക്കുകൾ, ഔട്ടിങ്ങുകൾ, ഇപ്പം നല്ല പാഠം, ശുചിത്വം എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ആശയങ്ങളുള്ളത്. കാരണം ഒരു വ്യക്തിയുടെ പരിശീലനമാണത്. കുറേ അറിവിൻ്റെ അക്ഷരത്താളുകൾ പകർത്തി വെക്കുന്നതല്ല, സ്വഭാവ രൂപീകരിക്കേണ്ടത് ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്വഭാവ രൂപീകരിക്കേണ്ടതിൽ പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട് അധ്യാപകരെ അനുസരിക്കാൻ സ്കൂളിൽ കുട്ടികൾ പഠിക്കണം. അവരനുസരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ മേഖലയും പറയപ്പെട്ടു പോകും. പ്രിയപ്പെട്ട, നമ്മളെല്ലാവരും അനുസരിക്കേണ്ടവരാ. ജീവിതത്തിൽ എവിടെ വെച്ചെങ്കിലും മാതാപിതാക്കളെ അനുസരിക്കണം, അധ്യാപകരെ അനുസരിക്കണം, അധികാരികളെ അനുസരിക്കണം, നമ്മളെക്കാൾ മുതിർന്നവരെ അനുസരിക്കണം. മക്കൾ വീട്ടിൽ പ്രധാനപ്പെട്ടവരാണ്. പക്ഷേ മക്കൾ സ്കൂളിൽ ചെന്നാൽ അവിടുത്തെ നിയമങ്ങളെ അനുസരിക്കണം. ആ നിയമങ്ങൾ അനുസരിക്കുന്നതിന് ഭാഗമായിട്ടാണ് സ്കൂൾ നിയമങ്ങളും അധ്യാപകരെയൊക്കെ അനുസരിക്കുന്നത് കുറിച്ച്. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ മക്കളോട് പറഞ്ഞു പഠിപ്പിക്കണം, അധ്യാപകൻ്റെ അനുഗ്രഹം വിലപ്പെട്ടതാണ്. ഗുരുത്വം മേടിച്ചു വെക്കണം. ഗുരുവിൻ്റെ അനുഗ്രഹമാണ് ഗുരുത്വം. ഗുരുത്വം ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മൾ കുരുത്തം കെട്ടവനെ എന്ന് വിളിക്കുന്നത്. കുരുത്തം കെട്ടവനായി തീർന്നാൽ അവൻ്റെ ജീവിതത്തിലെ വഴികളിൽ അടഞ്ഞുപോയി. അതുകൊണ്ട് ജീവിതത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ പറഞ്ഞു, എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? നമുക്ക് നന്നായി പഠിക്കാനാണ്, പരിശീലിക്കപ്പെടാനാണ്. അതിന് സ്കൂളിലെ നിയമങ്ങളും അധ്യാപകരെയും നമ്മൾ അനുസരിച്ച് പറ്റും. ഞാൻ പറഞ്ഞു വെക്കും, ഈ മലബാർ കുടിയേറി കാലത്ത് ഈ നാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. കുടിയേറ്റക്കാരായ മനുഷ്യർ കൃഷി ചെയ്യാൻ വേണ്ടി കാടൊക്കെ വെട്ടിത്തെളിച്ചപ്പോൾ ഈ മൃഗങ്ങളൊക്കെ ഓടി കാട്ടിലേക്ക് പോയി. ഈ പുള്ളിപ്പുലിയും പാമ്പും ഈ തേളും ഈ പഴുതാരയും ഈ കുറുക്കനൊക്കെ ഓടിപ്പോയി കാട്ടിലേക്ക്. പക്ഷേ ഇന്ന് തിരിച്ചവ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന് മാത്രമല്ല, പലരുടെയും ഹൃദയത്തിലേക്ക് കിടന്നു. ഇന്ന് പലരുടെയും ഉള്ളിലാണ് തേളും പഴുതാരം കിടക്കുന്നത്, പലരുടെ ഉള്ളിലാണ് കുറുക്കൻ കിടക്കുന്നത്, പലരുടെ ഉള്ളിലാണ് കടുവ കിടക്കുന്നത്, പലരുടെ ഉള്ളിൽ പാമ്പ് കിടപ്പുണ്ട്. അതായത് ആരെങ്കിലും കൊത്തുന്നൊരു പാമ്പ് എതിരായി വന്നാൽ സ്വയരക്ഷയ്ക്ക് കൊത്തുക. ഇതുപോലെ തന്നെ കൂകുന്ന കുറുക്കൻ, കടിക്കുന്ന പട്ടി, കടിച്ചു കയറുന്ന ചെന്നായ, ചിഹ്നം വിളിച്ച് നശിപ്പിക്കുന്ന ആന, ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഈ മൃഗങ്ങളെ ഇറക്കി വിടുന്ന എങ്ങനെയാണ്? വിദ്യാഭ്യാസത്തിലൂടെയും ആത്മീയതയിലൂടെയാണ്. അതുകൊണ്ടാണ് നല്ല വചനങ്ങൾ, അത് ദൈവിക വചനങ്ങളാട്ടെ ഭൗതിക വചനങ്ങൾ, അതാണ് ആത്മീയ പാഠങ്ങൾ, അതാണ് സന്മാർഗ പാഠങ്ങൾ, അതാണ് സ്കൂൾ വിദ്യാഭ്യാസം. ഇതിലൂടെയാണ് ഈ മൃഗങ്ങൾ ഇറങ്ങിപ്പോണ്ടത്. ഇതൊരു പരിശീലനമാണ്. ഏത് വ്യക്തി നേടിയെടുക്കേണ്ട പരിശീലനം. ഈ പരിശീലനം നമുക്ക് നേടി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക്, റാങ്ക് ലിസ്റ്റ്, ഇത് മാത്രമാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചിന്തിക്കരുത്. ഒരാളുടെ സ്വഭാവമാണ്, അവൻ്റെ വ്യക്തിത്വമാണ് അവനെ വിജയിപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി ചില തിരുത്തലുകൾ ആവശ്യമുണ്ട്, ചില തിരിച്ചടികൾ ആവശ്യമുണ്ട്. ഒരുപാട് വെള്ളമൊഴിച്ച് നടത്തുന്ന മാവേൽ മാങ്ങ കായ്ക്കില്ലെന്ന് ഏത് കർഷകനറിയാം? ഒരു മാവിൻ്റെ ചോട്ടിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10 ലിറ്റർ വെള്ളം വെച്ച് ഒഴിച്ച് നോക്കുകയും ആ മാവ് തളിർത്ത് പോവുകയുള്ളൂ, ഒരുപാട് ഇലയായിട്ട് നിൽക്കുകയുള്ളൂ. ആ മാവിൽ പൂവ് ഉണ്ടാവില്ല, മാങ്ങയും പിടിക്കില്ല, കണ്ണിമാങ്ങ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മറിച്ച് ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ച്, അത്യാവശ്യം വെള്ളം മാത്രം കുടിച്ച് ഈ മാവ് വളരുമ്പോൾ ഇല കുറവായിരിക്കും, പക്ഷേ അതിൻ്റെ വേര് ഈ ഭൂമിയിൽ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി തപ്പി നടന്ന് കഠിനാധ്വാനം ചെയ്യും. അതിൻ്റെ ആ സ്ട്രഗിള്, അതിൻ്റെ ആ പരിശ്രമം, ആ ജീവരസമാണ് മുകളിലേക്ക് കയറി വന്ന് മാവിൽ പൂവായി വിരിയുന്നത്. ആ പൂവാണ് കണ്ണിമാങ്ങയാകുന്നതും മാങ്ങാപ്പഴമാകുന്നതും. അതുകൊണ്ട് എല്ലാ സുഖങ്ങളുടെയും നടുവിൽ വളർത്തപ്പെട്ട കുട്ടി ചിലപ്പോൾ ജീവിതത്തിൽ വിജയിക്കുന്ന നിർബന്ധമില്ല. ചിലപ്പോഴൊക്കെ ഓർക്കണം, നമുക്ക് കിട്ടുന്ന ചില ശിക്ഷണങ്ങളും ഇല്ലായ്മകളും പോരായ്മകളും തിരിച്ചടികളുമാണ് നമ്മളുടെ ആന്തരിക ശക്തി ഉണരാൻ കാരണമാകുന്നത്.
വെള്ളം കിട്ടാതെ വരുമ്പോഴാണ് വേരിങ്ങനെ തേടിപ്പോയി കഠിനാധ്വാനം ചെയ്യും. ആ വേരിൻ്റെ ശക്തിയാണ് ഉള്ളിലേക്ക് കയറി വന്ന് പൂവായി വിരിയുന്നതെന്ന് സൂചിപ്പിച്ചു. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കഠിനാധ്വാനത്തിൻ്റെതായിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് പരിശോധിച്ചാലും ഇന്ന് ഓട്ടോറിക്ഷ കയറ്റി വെച്ച് ഓട്ടോറിക്ഷ കൊണ്ട് ഇറക്കി ഓട്ടോറിക്ഷ കയറ്റിക്കൊണ്ടുവന്ന് കൊച്ചു ഓട്ടോറിക്ഷ ഷേപ്പായി മാറി. നടന്നു പോകുന്ന മാത്രമേ കുറിച്ച് അറിയാൻ പറ്റില്ല. ഒട്ടും കഠിനാധ്വാനമില്ല, ഒരു അധ്വാനമില്ല. എല്ലാ ഇഷ്ടത്തിനനുസരിച്ച്, കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച്. കുട്ടികളുടെ ഇഷ്ടം നോക്കണ്ടെന്നല്ല, പക്ഷേ കുട്ടികളുടെ ഇഷ്ടമാണ് വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ നോക്കണ്ടേ. നമ്മൾ പറയാറില്ലേ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച്, യുദ്ധത്തിന് പോകുന്നതിനെക്കുറിച്ച്. അവർക്ക് ട്രെയിനിങ് ഇല്ലേ? ഒരു പട്ടാളക്കാരന് ട്രെയിനിങ് ഉണ്ട്, ഒരു സ്പോർട്സുകാരന് ട്രെയിനിങ് ഉണ്ട്. കിട്ടാൻ പോകുന്ന ഒരു മെഡലിന് വേണ്ടിയായിരിക്കാം. പക്ഷേ അതേപോലെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന മെഡലുകൾക്ക് വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കും. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ, ചില വേദനയും ചില വിഷമങ്ങളും നമ്മളൊക്കെ എടുക്കണം. അത് കുട്ടികളും എടുക്കണം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ ചില തിരുത്തലുകൾ ഉണ്ടാകും. ആ തിരുത്തലിലൂടെ സ്വഭാവമാണ് പരിഷ്കരിക്കേണ്ടത്. അതുകൊണ്ട് ഈ വിദ്യാലയ വർഷം എന്ന് പറയുന്നത് വേദനിക്കാത്ത, വിഷമിക്കാത്ത അധ്യാപകരുടെ വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അധ്യാപകർ ഓർക്കണം, ഈ ഒരു വലിയ ദൗത്യം എനിക്കുണ്ടെന്നും. ഞാൻ വെറും ശമ്പളക്കാരനല്ല. എൻ്റെ വീട്ടിലെ ദേഷ്യങ്ങളും പ്രശ്നങ്ങളും തീർക്കാനുള്ള വേദിയുമല്ല സ്കൂള്. എൻ്റെ ഭാര്യയോടോ ഭർത്താവിനോടോ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഈ പിള്ളേരുടെ മേൽ അധിക്ഷേപിക്കാനും തല്ലാനുള്ളതല്ല. മറിച്ച് ഈ കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് അധ്യാപകരുടെ ഔന്നത്യമാണ് നീയും സൂക്ഷിക്കേണ്ടത്. ഇതൊരു പ്രൊഫഷൻ മാത്രമല്ല, ഇതൊരു ജീവിതമാണ്. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്ന ആ അധ്യാപകർക്ക് അർഹമായ ആദരവും സ്നേഹവും കിട്ടുകയും ചെയ്യും. മാതാപിതാക്കളോട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്കൂളിനെയും അധ്യാപകരെയും നിങ്ങൾ ബഹുമാനിക്കണം. നിങ്ങളുടെ സ്കൂൾ അധ്യാപകർ ഇത് പ്രധാനപ്പെട്ട. സ്കൂൾ തല്ലി തകർക്കുക, അധ്യാപകരെ തെറി പറയുക, അധ്യാപകരെ തല്ലുക, ഇവരൊന്നും ജീവിതത്തിൽ എവിടെയും പോയി വിജയിക്കില്ല. നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ നിഷ്പക്ഷമായി പഠിച്ചു നോക്കണം. അധ്യാപകർ വഴക്കുണ്ടാക്കിയും സ്കൂളൊക്കെ തല്ലി തകർത്തും ബഹളം വെച്ചും വലിയ സമരം നടത്തിയൊക്കെ പോയ പിള്ളേർ ഒരു 10 വർഷം കഴിഞ്ഞ് എവിടെ എത്തിയെന്ന്. ഞാൻ ധ്യാന സെൻ്ററിൽ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനാണ്. ഇവിടെയൊക്കെ വന്ന ഒരുപാട് യുവജനങ്ങളെ എനിക്കറിയാം, ജീവിതത്തിൽ വിജയിക്കാത്ത. കഴിഞ്ഞ ദിവസം വന്ന് പിള്ളേർ പറയും, അച്ഛാ എന്തോരം പഠിച്ചിട്ട് പേപ്പർ കിട്ടിയിട്ടില്ല അച്ഛാ, ഇതൊരു എഞ്ചിനീയറിംഗാണ്, പേപ്പർ കിട്ടിയിട്ടില്ല അച്ഛാ. പ്രാർത്ഥിച്ച് വരുമ്പോഴാണ് ഏതോ സാറിൻ്റെ നമ്പരം. ഞാൻ ചോദിച്ചു, എന്താ മോനെ? അച്ഛാ അന്ന് സമരം നടത്തിയപ്പം സാറുണ്ട് അടി കൊടുത്തച്ഛാ. പാവം സാറ് കരഞ്ഞു പോയി. പക്ഷേ അന്നേ സാറ് കരഞ്ഞുള്ളൂ. പക്ഷെ ഇന്ന് ജീവിതം മുഴുവൻ ഇവൻക്കറിയാം, പേപ്പർ കിട്ടിയിട്ടില്ല മുഴുവൻ. അതായത് അധ്യാപകർ അനുഗ്രഹം കിട്ടാതെ പോയി എത്രയോ പേരൊക്കെ വന്ന് ക്ഷമ ചോദിക്കുന്ന കാലഘട്ടമായത്. ആചാര്യന്മാരുടെയും അധ്യാപകരുടെയും അച്ഛന്മാരുടെയും ഒക്കെ അനുഗ്രഹം എന്ന് പറയുന്നത് വിലപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കും, നിൻ്റെ സ്കൂളിനെ നീ സ്നേഹിക്കണം, നിൻ്റെ അധ്യാപകരെ നീ സ്നേഹിക്കണം, കുട്ടികളോട് ബഹുമാനിക്കണം, അനുസരിക്കണം. അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിടാം. ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നെങ്കിൽ മാതാപിതാക്കളോട് പറയാം. മാതാപിതാക്കൾ സ്നേഹപൂർവ്വം ചോദിച്ചും തിരുത്തണം. പക്ഷെ അതേസമയം അത് കേസിൻ്റെയോ പീഡനത്തിൻ്റെയോ ആകരുത്. മാനസികമായി പീഡിപ്പിച്ചെന്ന് ഏത് പിള്ളേർക്കും പറയാം. ഇന്ന് ലോകത്ത് ആർക്കും പറയാം മാനസിക. എന്ത് പറഞ്ഞാലും എന്തെങ്കിലും വിഷമം മനസ്സിലുണ്ടാവും. ആ വിഷമം എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ചിന്തിച്ചാൽ മതി, അതിൻ്റെ നന്മ ഉദ്ദേശിച്ചാൽ മതി. അല്ലാതെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസിന് ഉപദ്രവത്തിന് പോകരുത്. അതൊക്കെ നമുക്ക് വലിയ ശാപങ്ങളും തകർച്ചകളായി മാറുക. ഈ ഒരു വർഷം അനുഗ്രഹപ്രദമായ വർഷമാകണമെങ്കിൽ 3 ഘടകങ്ങളും നന്നായി ഒത്തുവരണം. ഒന്ന്, കുട്ടികൾ പഠിക്കാനാണ്, പരിശീലനം കിട്ടാൻ സ്കൂളിൽ പോയി ചിന്തിക്കണം. മുമ്പിൽ വരുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെക്കാൾ ശ്രേഷ്ഠരായി കരുതലോടെ അധ്യാപകർ പഠിപ്പിക്കണം. അധ്യാപകരെ പ്രോത്സാഹിപ്പിച്ചും സ്കൂളിനോട് സ്നേഹത്തിൽ പുലർത്തിയും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ രക്ഷകർത്താക്കളെ പരിശ്രമിക്കണം. അങ്ങനെ നല്ലൊരു വിദ്യാലയ വർഷം ഉണ്ടാകട്ടെ. അല്ലാതെ ഈ കഴിഞ്ഞ 2-3 വർഷമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊട്ടിമുളച്ചു വരുന്ന ഈ കുട്ടികളുടെ സമരപ്രാന്തും കുട്ടികളുടെ ബഹളങ്ങളും തല്ലി തകർക്കലും അത് ശരിയായ കീഴ്വഴക്കമല്ല, ശരിയായ ദിശയിലേക്കല്ല പോകുന്നതെന്ന് മാതാവ് തിരിച്ചറിയണം, സമൂഹം തിരിച്ചറിയണം. തീർച്ചയായും കുട്ടികൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, പഠിക്കുക. സ്കൂളുകളിൽ ഒരു വിധത്തിലുള്ള സമരങ്ങളും ഒരു വിധത്തിലുള്ള ആഭാസരങ്ങളും അനുവദിക്കാൻ പാടില്ല. അതൊക്കെ നമുക്ക് നഷ്ടമായി മാറുകയുള്ളൂ. പരിശീലനത്തിൻ്റെ കാലഘട്ടമാണെന്ന് ഓർക്കാം. തീർച്ചയായും ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഒരു പുതിയ വർഷത്തിൻ്റെ എല്ലാവിധ സന്തോഷവും സമാധാനവും സൗഹൃദവും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ, സ്കൂളിൽ ഉണ്ടാകട്ടെ. ദൈവകൃപ നിറഞ്ഞു നിൽക്കുന്ന പുണ്യസ്ഥലമായി എല്ലാ സ്കൂളുകളും കോളേജുകളും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാറട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അധ്യാപകരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ സ്കൂളുകളെയും അങ്ങ് മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. സർക്കാർ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, സ്വാശ്രയ സ്കൂളുകൾ, കോളേജുകൾ എല്ലാം ഈ ഒരു സംസ്കാര രൂപീകരണത്തിന് ആവശ്യമാണ്. ദൈവമായ കർത്താവെ, എല്ലാവരെയും നേർവഴിക്ക് നയിക്കണമേ. ഓരോരുത്തരും വിശുദ്ധിയിലും നന്മയിലും വ്യക്തിത്വത്തിലും വളർന്നു വരാനുള്ള വലിയൊരു ഉയർച്ച എല്ലാവർക്കും കൊടുക്കണമേ. എൻ്റെ കർത്താവെ, ഇപ്പോൾ ഈ നിമിഷം ദൈവകൃപയുടെ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാ ക്യാമ്പസുകളിലേക്ക് വർഷിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഉയർച്ച നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.